വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ്ഡ് ജ്യൂസ് ചാലഞ്ച്. അങ്ങനെ ഗയ്സ് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫുഡ് ചാലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കരമായിട്ടുണ്ട്. ഒരു ചെറിയ ഫുഡ് ചാലഞ്ച് അല്ല ഗയ്സ്, ഒരു വലിയ ഫുഡ് ചാലഞ്ച് ആണ്. അത്രയും സാധനങ്ങൾ ഒരു പലചരക്ക് കട തന്നെ ഞങ്ങൾ മുന്നിലുണ്ട്. ലുലുമാളിന്റെ ഒരു ചെറിയ വേർഷൻ, ചെറിയൊരു ഭാഗം, ഒരു കൗണ്ടർ ഇട്ട പോലെ ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾക്ക് കുറെ ആയിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കൈ തെരിക്കായിരുന്നു. അതെ, വീർപ്പ് ഊട്ടായിരുന്നു ഗയ്സ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഗയ്സ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു മിക്സ്ഡ് ജ്യൂസ് ഉണ്ടാക്കാം. ഒരു മിക്സ്ഡ് ജ്യൂസ് അല്ല ഗയ്സ്, മൂന്നുണ്ടാവും. പച്ചക്കറികളുണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ തക്കാളി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ലേസ് ഉണ്ട്, ഫ്രൂട്ടി ഉണ്ട്, ചില്ലി സോസ്. മനസ്സിലാവും, ഇത്രയും സാധനങ്ങൾ കണ്ടാൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മിക്സ്ഡ് ജ്യൂസ് ആണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ ഷാമിയാണ് ഗെയിം കളിക്കുന്നെങ്കിൽ ഇവിടെ സെന്ററിലായിരിക്കും ഇരിക്കുക. ഞാനും അഞ്ചിയും ഷാമിന്റെ പുറകിലായിട്ട് നിൽക്കും, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നിൽക്കും. അതെ, എന്നിട്ട് ഞാനും അഞ്ചിയാണ് ചൂസ് ചെയ്യുക. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ സാധനം ഞങ്ങൾ ഇതിന്ന് എടുത്തു പിടിക്കും. ഇപ്പൊ അഞ്ച് എക്സാമ്പിൾ ലേസ് ആയിരിക്കും എടുത്തു പിടിക്കുന്നത്, ഞാൻ ചിലപ്പോൾ തക്കാളി ആയിരിക്കും എടുത്തു പിടിക്കുന്നത്, പറയാൻ പറ്റില്ല. അപ്പൊ ഷാമിക്ക് ചൂസ് ചെയ്യാം, ഇന്ന വേണോ അഞ്ചിനെ വേണോ. അതെ, ഷാമി അപ്പോ ആരെ ട്രസ്റ്റ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും ഓടെ ജ്യൂസിൽ ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. ചിലപ്പോ ഞാൻ അഞ്ചിനെ ട്രസ്റ്റ് ചെയ്യും, ചിലപ്പോ ഞാൻ ശ്രീനെ ട്രസ്റ്റ് ചെയ്യും. ആരാണ് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ജ്യൂസിലുള്ള ഇൻഗ്രീഡിയന്റ് പിടിക്കാൻ നമുക്ക് അറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇവളോട് സ്നേഹനായിട്ടല്ല ഞങ്ങൾ ചിലപ്പോ ജ്യൂസിലേക്ക് തക്കാളി ഇവിടെ എത്ര സാധനങ്ങളെ തന്നിട്ടുള്ളൂ. അതെ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അച്ചാറിട്ട ജ്യൂസ് ആയിരിക്കും ഓള് കുടിക്കുന്നത്, ചിലപ്പോ അത് ഞാനായിരിക്കും. പക്ഷെ എനിക്കതിൽ ഒരു സമാധാനം ഉണ്ട് ഗൈസ്, ഇത് കോഴിമുട്ട വന്നിട്ടില്ല. പൊതുവെ ഇങ്ങനത്തെ സാധനങ്ങൾ കോഴിമുട്ട വരാറുണ്ട്, അത് ഈ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപാട് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഈ അച്ചാറും സോസും പിന്നെ ഇതും കൂടി കോമ്പിനേഷൻ വന്നാൽ നല്ല രസമായിരിക്കും. നല്ല നോർത്ത് ഇന്ത്യൻ ടേസ്റ്റില് മധുരവും പുളിയും ഒക്കെ കൂടെ ഉള്ള സാധനം. അതെ, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് 2 ദിവസം ഞങ്ങൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് ഇവിടെ ഇരുന്ന് ജ്യൂസ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, 3 പേര് ലോട്ട് ഇടാൻ പോലെ കിടിലൻ ജാറൊക്കെ ഞാൻ സെലക്ട് ചെയ്യട്ടെ. ഞാൻ 3 എടുക്കാനുള്ള ഓർമ്മ. ഞങ്ങൾ ആരെങ്കിലും പോയിട്ട് അത് കണ്ടേന് ഇതാകുമ്പോ കുറെ വെറൈറ്റീസ് ഓഫ് ഓപ്ഷൻസ് അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങിയാലോ. ഒരു കയ്യില് അഞ്ചിനെ പിടിച്ചു, ഇത്ര വെറൈറ്റി സാധനങ്ങളോട് ഇവർക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും എനിക്കറിയാം. ഒരു കയ്യിൽ ഇന്നേ പിടിച്ചു. ആരും വിശ്വസിക്കില്ല. ഇത് ഞാൻ കണ്ണറക്കരുതേ. റെഡി. ഓക്കെ, ഇന്റെ വലത്തെ കയ്യിൽ അഞ്ചിയും ഇടത്തെ കയ്യിൽ ശ്രീയും ആണ് ഉള്ളത്. ഫസ്റ്റ് ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാളും വിശ്വാസല്ലേ. സാധ്യത വളരെ കുറവാണ്. പക്ഷെ അപ്പൊ സെലക്ട് ചെയ്തല്ലേ പറ്റൂ. ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ സെലക്ട് ചെയ്ത ശ്രീനാണ് ഗൈസ്. ഉറപ്പല്ലേ? എനിക്ക് അപ്പോഴേ തോന്നി 5 ഫസ്റ്റ് റൗണ്ടിനെ കൊണ്ട് എന്തെങ്കിലും പണി വെക്കും എനിക്കറിയാം. ഞങ്ങൾ തീരുമാനിച്ചെടുത്തതാണ്, ബേസ് ആയിട്ട് എടുത്തത് നല്ല അടിപൊളി മിൽക്ക് ബിക്കീസ് ആണ്. അപ്പൊ ഷാമിന്റെ മിക്സ്ഡ് ജ്യൂസ് ഉണ്ടാകാൻ പോകുന്നത് ഈ മിൽക്ക് ബിക്കീസ് വെച്ചിട്ടാണ് കേട്ടോ. അതെ, തുടക്കം നന്നായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയോ ഇടാൻ പോണെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അപ്പൊ ഈ സാധനം പോയില്ലേ, ഇനി ഇത് വരില്ലല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. ഇനി ചിലപ്പോ ശ്രീ ഇത് പിടിക്കാൻ സാധ്യത ഉണ്ട്. എത്ര സാധനങ്ങൾ ഉണ്ട് അവിടെ? എത്ര സാധനം ഉണ്ട്? ഇതിന്റെ 2 രൂപ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അത് സാരല്ല. 1 2 3 4 5 6 ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വല്ല സോസോ വല്ല അച്ചാറെങ്ങാനും വരികയാണെങ്കിൽ അതിന് ബ്ലെൻഡ് മാത്രം ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഷാമി റെഡി? ചൂസ് ചെയ്തോ. ഞാൻ ഈ റൗണ്ടിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്, ഇവരെ വിചാരിക്കും ഞാൻ നേരത്തെ ശ്രീനെ സെലക്ട് ചെയ്തോണ്ട് ചിലപ്പോ ഞാൻ അഞ്ചിനെ സെലക്ട് ചെയ്താലോ. അതേപോലെ തന്നെ ഞാൻ അഞ്ചിനെയാണ് ഗൈസ് ഈ റൗണ്ടിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നല്ല കിടിലം പച്ച വെണ്ടയ്ക്കാണ് അടുത്ത കോമ്പിനേഷൻ. നല്ല വഴുവഴുപ്പുള്ള നല്ല ഫ്രഷ് വെണ്ടക്ക. അതുണ്ട് സൗണ്ട്. വെണ്ടയ്ക്ക് ബിസ്ക്കറ്റാ. വെണ്ടയ്ക്ക് ബിസ്ക്കറ്റ് നല്ല കോമ്പോ അല്ലേ? സന്തോഷമായി. നല്ല സന്തോഷമായി. എനിക്ക് പണിട്ടി ഫസ്റ്റ് റൗണ്ട് അഞ്ചിനെ ട്രസ്റ്റ് ചെയ്ത് പണിട്ടി. ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചു. വിശ്വസിക്കാൻ പറ്റാണ്ട്. അപ്പൊ ഇനി അത് വിചാരിച്ചിട്ട് ഈ എന്നെ എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നല്ല നല്ല സാധനങ്ങളായിരിക്കും നീ മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഞാൻ ഇതാ സെലക്ട് ചെയ്തത്. ഞാനും ഇതാണ് സെലക്ട് ചെയ്തത്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞങ്ങൾ റെഡിയാണ്. ഇനി പറഞ്ഞോളൂ. അച്ചാറൊന്ന് കൊണ്ടുവരില്ലേ പ്ലീസ്? അതൊന്നും പറയാൻ പറ്റില്ലേ? ഓക്കെ,
കഴിഞ്ഞ തവണ ഞാൻ 5നെ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയതുകൊണ്ട് തന്നെ ഇത്തവണ 5 നല്ല കൊണ്ടുവരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 5 ഞാൻ 5നെ ട്രസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിന്റെ കൂടെ എന്ത് നല്ലത് വന്നിട്ട് എന്താ കാര്യം? നല്ല അടിപൊളി ഐസ്ക്രീം ആണ് ഗൈസ്. ഏതാ നല്ല കിടില സ്ട്രോബെറി ഐസ്ക്രീം ആണ് ഗൈസ്. ഐസ്ക്രീം നല്ല കോംബോയാ. ചിലപ്പോ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് കണ്ടുപിടിച്ചാലോ? അറിയില്ല എന്താവും. അടുത്ത ഞാൻ എടുത്ത ഇതാണ് കേട്ടോ. ഞാൻ എടുത്തത് ഇതാണ്. ഷാമി, ഇനി ഞങ്ങൾ ആരെയാണ് ഈ 4ാമതായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത്? സത്യം പറഞ്ഞ 2 ആളെ ട്രസ്റ്റ് എനിക്ക് തോന്നില്ല. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തത് കഴിഞ്ഞ 2 റൗണ്ടിൽ ഞാൻ 5നെ സെലക്ട് ചെയ്തോണ്ട് ഈ റൗണ്ടിൽ ചിലപ്പോ 5ന്റെ കയ്യിൽ നിന്ന് മോശം ഭാവനിക്കും. അപ്പൊ ഞാൻ ശ്രീനെ ട്രസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആയിരുന്നു, അതൊക്കെ മിസ്സായി. ഒരു കണ്ണിമാങ്ങ ഇടട്ടെ. വെണ്ടയ്ക്ക് അച്ചാറാണെങ്കിൽ ഓക്കെ, നല്ല കോമ്പിനേഷൻ. വെള്ളം വരുന്ന പോയാൽ അച്ചാർ മാത്രം കഴിക്കാൻ, ഇത് ഫുള്ളിക്ക് വേണ്ട. നല്ല സ്മെൽ ചെയ്തൊക്കെ നല്ല കേട്ടോ. അടുത്ത ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ്. ഷാമിക്ക് ഇപ്പൊ ഞങ്ങള് ശരിയാണോ തെറ്റാണെന്ന് പോലും മനസ്സിലാവാൻ പറ്റാത്ത ഒരു വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഭീകരമായ 2 സാധനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തോളൂ. സെലക്ട് ചെയ്തോ? 5. ഇനി നമുക്ക് നല്ല ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ഈ ജ്യൂസിലോട്ട് ആഡ് ചെയ്യാം. സീറ്റ്സിലിടരുതേ, അല്ലെങ്കിൽ അത് ഈ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒഴിവാക്കിയാൽ മതി. അച്ചാറും നാരങ്ങ വേറെ കുഴപ്പമൊന്നുമില്ല. അതിന്റെ കൂടെ മാങ്ങയും കൂടെ കൊണ്ടിട്ടിക്കട്. 2 മാങ്ങ. പിന്നെ കണ്ണിമാങ്ങ ഇഷ്ടല്ലേ? ഇതിന്റെ കൂടെയോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ലാസ്റ്റ് റൗണ്ടിലോള് ഏതാ സെലക്ട് ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞത് ഞാൻ കുടിച്ചിട്ട് ജീവിച്ചിരിപ്പിന്റെ അടുത്ത റൗണ്ട് ഞാൻ പറയട്ടെ, ഫസ്റ്റ് റൗണ്ടോള് നല്ല സെലക്ട് ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ വെണ്ടയ്ക്കായിരുന്നു തോന്നുന്നു. പിന്നെ ഐസ്ക്രീം സെലക്ട് ചെയ്തു, അത് നല്ലതാണ്. പിന്നെ അച്ചാർ സെലക്ട് ചെയ്തു. 3 ഇതുവരെ മോശം, 2 നല്ലതാണ്. നല്ലതായിട്ട് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഈ റൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഇതാണ് കേട്ടോ. ലാസ്റ്റ് റൗണ്ടിൽ ഷാമി ഞങ്ങൾ ആരെയാണ് ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ജീവിതം വരെ പഠിച്ചിരിക്കുന്ന ഒരാളാണ്, അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല. ശ്രീയല്ലേ? അതെ, ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആരും ട്രസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആരെയും ഓക്കെ, ഈ റൗണ്ടിൽ ഞാൻ ട്രസ്റ്റ് ചെയ്തത് കുറച്ച് വെള്ളം എങ്ങനെ കിട്ടിയ ഓളെടുത്തിരുന്നെങ്കിൽ. അത് നല്ല അടിപൊളി ക്യാബേജ് കത്തിയെടുത്തു. മൊത്തം പച്ചക്കറിയല്ലേ? ശ്രീ ക്യാബേജ് പേര് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓൾ ആഗ്രഹമാണ് കഴിച്ചത് അതങ്ങനെ കൊത്തി നുറുക്കി എനിക്കൊരു എന്താ പറയാ നട്ട്സ് ഒക്കെ ഇടുന്ന ഫീൽ ഇടുന്നത്. ടോപ്പിംഗ്സ് ലാസ്റ്റ് കാബേജും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. അങ്ങനെ ഷാമിന്റെ അടിപൊളി ഇതൊരു ഫുൾ ഗ്ലാസ് കിട്ടിയില്ല കേട്ടോ ഷാമി. ബുദ്ധിമുട്ടാണോ? അങ്ങനെ ഷാമിന്റെ മിക്സ്ഡ് ജ്യൂസ് ഇവിടെ റെഡിയാണ്. ടേസ്റ്റ് ചെയ്യാ. കഴിച്ചോ കഴിച്ചോ. എനിക്ക് അത്ര മോശമാണ്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ ടേസ്റ്റ് എന്തേക്കും. ഇത് വെണ്ടയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് അച്ചാറാണ്. 2 മാങ്ങയുണ്ട്. സ്മെല്ല് നല്ലൊരു ബട്ടറി സ്മെല്ലില്ലേ? അതെന്തുകൊണ്ട് അറിയോ? 6 ബിസ്ക്കറ്റ് ഇട്ടുണ്ട്. അതുകൊണ്ടേക്ക് തുടക്കത്തിലോട് നല്ലൊരു ബേസ് കൊടുത്തിട്ടുണ്ട്. കുടിക്കേ, ഞങ്ങളൊന്ന് കാണട്ടെ. കുടിക്കേ. വേണം കുടിച്ചോ. കുടിക്കാൻ പറ്റും തോന്നില്ല കേട്ടോ. കുടിക്കേ. കിട്ടി ഇങ്ങനെ
നമ്മളിത് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ടിലെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഗൈസ് വിയേർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് വിയേർഡ്. ഒരുമാതിരി എന്താ പറയാ പച്ചക്കറി അരച്ച് അതിൽ കുറച്ച് ഐസ്ക്രീമും ബിസ്ക്കറ്റും ഒക്കെ ഒന്ന് ഇട്ട് നിങ്ങൾ കുടിച്ചോ. സത്യം എന്തോ എന്തോ ഒരു ഇതുവരെ കഴിച്ചതിലും അല്ലേ? ഇതുവരെ കഴിച്ചാല് ഒന്ന് തായ്ലൻഡ് കറി ആ സാധനം ഒഴിച്ചെടുത്ത് ബാക്കിന്റെ ലിസ്റ്റുള്ള ബിയേർഡ് ഇതാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഈ റൗണ്ടില് ബിയേർഡ് ആരാ കുടിക്കാൻ നോക്കാം. ബാക്കി ഞങ്ങളെ പേരാണ് ആ ലോട്ടിലുള്ളത്. രണ്ടുപേരെ ലോട്ടില് ഞാൻ തന്നെ സെലക്ട് ചെയ്യാം. ഒരു സന്തോഷമായിക്കോട്ടെ, ഞങ്ങൾ ഓളെ തന്നെ കൊടുത്തത്. അയ്യോ അവിടെ മുതലേ പ്രതികാരം വിട്ട് ശ്രീയാണ് ഗൈസ് ഈ റൗണ്ടില്. അച്ചാറിടണം അല്ലേ? കൊറേ രണ്ട് കണ്ടിയും വാങ്ങല്ലേ? ശരിയാക്കി തരാം ഗൈസ്. ജാർ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഷാമിയും അഞ്ചിയും ഇതാ ഈ രണ്ടുപേരെ പോസ്റ്റർ ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് ഗൈസ്. ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് ഗൈസ്. റെഡി അല്ലേ ശ്രീ? ഞങ്ങളിൽ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു? രണ്ടാമത് എനിക്ക് വിശ്വാസമില്ല. അതറിയാം. താങ്ക് യു. ഇതിലെനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നത് ചിലപ്പോ അഞ്ചിന്റെ കയ്യിൽ ബിയേർഡ് വല്ലതും ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഷാമിനെ സെലക്ട് ചെയ്യാം. ഇന്ത്യയുടെ നല്ല സാധനമാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇന്ത്യ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നല്ല കിടിലൻ വാട്ടർമെലനാണ് ഗൈസ് ഞാൻ എടുത്തത്. നല്ല ഫസ്റ്റ് റൗണ്ടില് ബേസ് ആയിട്ട് സെലക്ട് ചെയ്ത ജിഞ്ചർ പേസ്റ്റ് ആണ് ഗൈസ്. ഇതിലേക്ക് ഇനി എന്ത് വന്നിട്ടും കാര്യമില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതിലാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള വെച്ചിട്ട് നമുക്ക് ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിരിക്കും. ബേസ് അല്ലേ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. നോക്ക് നേരത്തെ ഞാൻ കുടിച്ച അതേ കളർ. മതി. ഓക്കെ ഷാമിക്ക് ഭയങ്കര സന്തോഷമായി. രണ്ടാളും വീട് കുടിക്കുന്നൊക്കെ കാണണോ? ഞാൻ കാര്യം പറയട്ടെ, ഞാൻ എങ്ങനെയൊക്കെ സെലക്ട് ചെയ്താലും ഇതിൽ എന്താ എനിക്ക് പണി കിട്ടുന്നുള്ള ഉറപ്പാണ്. ഇത് പിന്നെ ഞങ്ങള് രണ്ടുപേരും നല്ലത് വെച്ചാൽ പോലും അത് നന്നാവുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ശ്രീ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു പറയാ പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തു. ഷാമി ഇന്റെ അടുത്ത് നല്ല സാധനമായിരുന്നു. പക്ഷെ ഇവളത് ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് പൈന എന്തിട്ടാലും കാര്യമില്ല. ഞങ്ങൾ പൈനാപ്പിളും ജംസും സെലക്ട് ചെയ്യും. രണ്ടെണ്ണം നല്ല സെലക്ട് ചെയ്ത കാരണം ഓർക്കറിയാം ഇനി എന്ത് ചെയ്തിട്ടൊരു കാര്യം. ജംസ് കണ്ടപ്പോ സന്തോഷിച്ചില്ലേ പാവം കുട്ടി. ഒറ്റയ്ക്ക് നിന്നാൻ പറ്റുമോ? ബിസ്ക്കറ്റ് വെച്ചിരിക്കും തന്നില്ല. ഒന്നില് 4 ജംസോ 3 ജംസോ എന്താ ഉള്ളത് ഗൈസ്? ഞാൻ ഇവിടെ 4 ജംസ് ശ്രീക്ക് റെഡി ആക്കിയിട്ടുണ്ട്. എനിക്ക് 6 ബിസ്ക്കറ്റ് തന്നോണ്ട് 4 പാക്കറ്റ് ജംസ് ആണ്. ഒരു മിനിറ്റ് ഞാൻ ഇവിടെ റെഡി ആക്കിയത് കൊടുക്കട്ടെ. എന്ത് രസാലേ അതിൽ കിടക്കുന്നതാണ് ഇഞ്ചി പേസ്റ്റിലെ ജംസ്. ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പൊ എന്തൊരു കളർഫുൾ കിട്ടും. നിങ്ങളെ ശ്രദ്ധിച്ചോ? ഇപ്പോൾ കഴിക്കുന്ന സാധനത്തിന് വരെ ജംസ് വരെ പർപ്പിളും പിങ്കും. ഞാൻ സെലക്ട് ചെയ്ത ഇതാണേ. ഇങ്ങനെ രണ്ടെണ്ണം കൊടുക്കണ്ടേ? മൂന്നാമത്തെ തവണയാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അഞ്ചിനെ ട്രസ്റ്റ് ചെയ്യുന്നു, ഷാമിനെ ട്രസ്റ്റ് ചെയ്യുന്നു. ഞാനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. എന്നാലും ഞാൻ അഞ്ചിനെ ട്രസ്റ്റ് ചെയ്യുന്നു. മത്തങ്ങ കൂട്ടിട്ട് ഓള് ജ്യൂസ് കുടിക്കാൻ പോവാണ്. മത്തങ്ങ കൂട്ടിട്ട് ജ്യൂസ് അല്ല അതിനെക്കാട്ടി തന്നോ ഇത്. അങ്ങനെ ഇഞ്ചി പേസ്റ്റിനും ജംസിനും ശേഷം അടുത്തത് മത്തനാണ് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ചന്ദ്രന്റെ ഷേപ്പുള്ള മത്തൻ. അതെ അതെ. ശ്രീക്ക് ഇഷ്ടം എനിക്ക് തോന്നുന്നു തോലോട് കൂടിയായിരുന്നു. പക്ഷെ ഓൾ ആരോഗ്യം കിടക്കുന്നത് ഞങ്ങൾ തോലാണ്. ഞങ്ങൾ നല്ല അടിപൊളി സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതെ ഇത് ശരിക്കും നല്ലതാ. രണ്ടും നല്ലതാ. ശ്രീക്ക് ഇഷ്ടവും. ഓക്കെ അപ്പൊ ആരെ വേണമെന്നല്ലേ? അയ്യോ എനിക്ക് പേടിയാണ്. ഇത് വേണോ ഇത് വേണോ? കൂടുതൽ ഇത്തവണ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്ന ആരാണ് ശ്രീക്ക്? എന്നെ ഭയങ്കര ട്രസ്റ്റ് ചെയ്തൊക്കെ അബദ്ധത്തിൽ അജൻ ചാടിയത്. അതെ ഷാമി. ഇത് പഴമായിരുന്നു. നന്നായില്ലേ? പച്ചപ്പഴല്ല പച്ചക്കായല്ലേ? ഇത് റോബസ്റ്റാ. പക്ഷെ ലിക്വിഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമുണ്ടാവും. ഇത് പിന്നെ രണ്ടാണെങ്കിലും ഇതിന്റെ ടേസ്റ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. അതെ. അപ്പൊ ഇത് മൊത്തത്തിൽ ഇതിലിട്ട് കൊടുക്കാം. നേരത്തെ ഐസ്ക്രീം വെച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ ഓഹോലെ. ഇപ്പൊ നല്ല അടിപൊളി ലുക്ക് ആയിട്ട് ഗൈസ്. നമുക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ബ്ലെൻഡ് ആകാതെ കളർ വരുന്നുണ്ട്. ജംസിന്റെ നല്ല രസമുണ്ടാവും. നല്ല രസമുണ്ടോ? അടുത്ത സാധനം എടുത്തിട്ട് വരട്ടെ. ഞാൻ സെലക്ട് ചെയ്തത് ഇതാണ് ഗൈസ്. ഞാൻ സെലക്ട് ചെയ്ത ഇതാണ് ഗൈസ്. ശ്രീ അങ്ങനെ നമ്മൾ 5th റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീ ഞങ്ങളിൽ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു? കൊറേ നേരമല്ലേ ഷാമിനെ എടുക്കുന്നത്? ഇനി അഞ്ചി. നല്ല
നല്ല കിടിലൻ ഫ്രൂട്ടിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ഇത് രണ്ടും എനിക്ക് പണിയാണ് ഇതിലേക്ക്. അതെ. ഏതായാലും പണിയാണ്, എന്തായാലും ഒഴിച്ചോ, മനസ്സറിഞ്ഞ് ഒഴിച്ചോ. അപ്പൊ കുറച്ച് ലിക്വിഡ് ഫോം കിട്ടി നമുക്ക്. യോഗോട്ട് ഫ്രൂട്ടിയോ? യോഗർട്ട്, ഫ്രൂട്ടി, ജംസ്, ജിഞ്ചർ പേസ്റ്റ് മതി, അത്ര മതി കേട്ടോ. ഇനി ഒരു ലാസ്റ്റ് റൗണ്ട് കൂടെ ആണ് ശ്രീക്കുള്ളത്. അതിലൊരു സാധനം കൂടി സെലക്ട് ചെയ്ത് ഞാൻ കാത്തിരിക്കുന്ന അതെ, ഓളിങ്ങനെ തിരിഞ്ഞു നോക്ക്, നിങ്ങൾ വേഗം അടുത്തെടുക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്ത് ഇതാണ്. ഞാൻ സെലക്ട് ചെയ്ത് ഇതാണ് ഗൈസ്. ഓക്കെ, ഇവർക്കൊക്കെ ഭയങ്കര ഉത്സാഹമുണ്ട്. എന്താണാവോ കൊണ്ടുവരുന്നത്? ലാസ്റ്റ് റൗണ്ട് അല്ലേ? അതെ. ശ്രീ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു? ആരെ ഇതിലിപ്പോ ഞാൻ ട്രസ്റ്റ് ചെയ്യാ? ലാസ്റ്റ് റൗണ്ട് ആവുമ്പോഴത്തേക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ മനസ്സിലാവാത്തൊരു തലത്തിലോട്ട് പോകും. അഞ്ചി, വെരി ഗുഡ്. നല്ല കിടിലും വഴുതി, നല്ല ഫ്രഷ് വഴുതിനി ഞാൻ കത്തിയെടുത്തു തരേ. ഇതിന്റെ ഡയറി മിൽക്ക് ഇത് ഇതിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഇത് ബെറ്റർ ആവേനു. കാരണം മാസ വന്ന് പിന്നെ അതിൽ അടിയിൽ ജംസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ ഈ ചോക്ലേറ്റ് ജിഞ്ചർ പേസ്റ്റാ. അല്ല, പക്ഷെ നല്ലൊരു മധുര ആ ജിഞ്ചർ പേസ്റ്റിന്റെ ആ ഒരു കുത്തല് കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്തു. ഞാൻ അത് മുഴുവൻ തരൂലേനോ. ഇവളെ വെറുതെ ആക്കാൻ വേണ്ടി പറയാ, വേറെ ഒന്നുമല്ല. ഞാൻ സത്യം പറ, ഇനിയിപ്പോ അത് കഴിച്ചോ. അപ്പൊ ശ്രീക്കുള്ള മിക്സ്ഡ് ജ്യൂസ് അടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് മൊത്തം സെറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ആയി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കത് ബ്ലെൻഡ് ചെയ്തിട്ട് കിടിലൻ ജ്യൂസ് ആക്കി ഗ്ലാസ്സിലോട്ട് കൊടുക്കാം. റെഡി? സന്തോഷായില്ലേ? നല്ല കളർ ടേസ്റ്റ്. അല്ല, സ്തോത്രം. അങ്ങനെ ശ്രീന്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിന്റെ ആ ഒരു ഫ്ലേവർ ആണ് കേട്ടോ. ഇത് എന്തിട്ടാലും അതാണ്, ഇഞ്ചിന്റെ ആ ഒരു ഫ്ലേവർ ആണ് ഇതിൽ വരുന്നത്. അയ്യോ, എനിക്ക് വേണ്ട. നല്ല ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ഒക്കെ പോലെ ഉണ്ട്. ഡ്രൈ നട്ട്സ്. ശ്രീന്റെ ത്രോട്ടിന് പ്രശ്നം അതൊക്കെ റെഡി ആയി കിട്ടും. അത്ര ഇഞ്ചിന്റെ ത്രോട്ടിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ശ്രീന്റെ മിക്സ് ജ്യൂസ് ശ്രീ കുടിക്കാൻ പോവാണ് ഗൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു ആ സ്റ്റൈലാണ്. ഓക്കെ, കുടിച്ചോളൂ കുടിച്ചോളൂ. സാറില് ശ്രീ പെട്ടെന്ന് കഴിയും. ധൈര്യം കൊണ്ട് കുടിച്ചോ. സ്മെല് ചെയ്ത് കുടിക്കാന്നൊന്നും കുടിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഞം ഞം ഞം. അയ്യോ, ഞെക്കരുത്. എരിയുണ്ടോ? അങ്ങനെ നമ്മളിത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. വളരെ നന്നായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. KP നമ്പൂതിരീസ് പേസ്റ്റ് ഇല്ലേ, അതില് കുറച്ച് പഞ്ചസാര പാലും ഒഴിച്ചാലുള്ള അവസ്ഥ. അതെ, അതേ ടേസ്റ്റ് ആയിരുന്നു. ഞാനൊന്ന് സ്മെല് ചെയ്ത് നോക്കി, ചെറുതായിട്ട് ബെറ്റർ ആയിരിക്കും, പക്ഷെ അത് സഹിച്ചെത്താൻ പറ്റും. ഇത്രയും നേരം വരെ ചോര പിടിച്ചോണ്ടിരുന്ന ഞാൻ ഇനി ഇന്റെ ഊഴാണ്. അതെ, ഇനി അടുത്ത ജ്യൂസ് കുടിക്കാൻ പോകുന്നത് അഞ്ചാണ് ഗൈസ്. നല്ല അടിപൊളി മിക്സഡ് ജ്യൂസ് കുടിക്കാൻ റെഡിയാണോ? അതെ, റെഡിയാണ് ഗൈസ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അഞ്ചി, ഞങ്ങള് രണ്ട് സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആരെയാണ് ഈ ട്രസ്റ്റ് ചെയ്യുന്നത്? ഇനിയാണോ ഷാമിനിയാണോ? ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ സുഹൃത്തുക്കളെ, രണ്ടും നല്ല അടിപൊളി സാധനമാണ്. ശ്രീ ചില സമയത്ത് ഇവക്ക് ഒരു ഭാഗ്യം വരാണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ കുറച്ച് ജാമാവാം. ഞാൻ സ്പൂണ് വലുതാണ്, അതിന്റെ ഉള്ളിൽ കേറില്ല. ജാം കുറച്ചൊന്നും ഇടരുത്. ഇത് സത്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ കേറുന്നില്ല. എനിക്കറിയാത് പറയുന്നത്. അയ്യോ, ഇത് ബേസ് ചെയ്തതൊക്കെ കൊറേ ഒഴിക്കാനുള്ളത്. ഒരാള് ഫസ്റ്റ് റൗണ്ട് 5 ബിസ്ക്കറ്റ്, ഒരാളെന്തായിരുന്നു ഇട്ടത്? എനിക്ക് ഇഞ്ചി ഇടട്ടെ, കുറക്കട്ടെ. മതി, കൊറേ വേണമെന്നില്ല. ടേസ്റ്റ് അവിടെ നിന്നോട്ടെ. അതിന്റെ കൂടെ ബാക്കിയുള്ള വരുമ്പോ എന്നെ വൃത്തികേടാവും. മനസ്സിലായി. അടുത്ത റൗണ്ടിൽ ഞാൻ ഇതാണ് ഗൈസ് സെലക്ട് ചെയ്തത്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. അതിഥികൾക്ക് വരാൻ പറ്റിയ സമയം. ഈ റൗണ്ടില് ആരെ ഡ്രസ് ആരെ ഡ്രസ് ചെയ്യുന്നേ? ഈ റൗണ്ടിൽ
ക്യാമറ ഓഫ് ആക്കി സമയത്ത് ശ്രീനെ പറഞ്ഞ ഞാൻ പിടിച്ചോളാം ജീരകം, ഞാൻ പിടിച്ചോളാം. അപ്പൊ ശ്രീ പറഞ്ഞു നേരത്തെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന നല്ല റെഡ് വാട്ടർമെലാണ്. എനിക്ക് താല്പര്യമില്ല. ഇല്ല, ജാമു വാട്ടർമെലൺ ഞാൻ തരൂല. ഇത് കണ്ടാൽ നല്ല കിടിലൻ വാട്ടർമെലാണ്. മുറിച്ച് വെച്ചിട്ട് ചെറുതൊന്ന് സ്കൂപ്പ് ചെയ്തിരുന്നു. കുഴപ്പമില്ല ഗൈസ്, അത്ര മധുരം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് ഗൈസ് ഞാൻ ഈ വാട്ടർമെലൺ ഇതിലേക്ക് ഇടുന്നത്. എല്ലാം കൂടി റെഡ് കളർ ജ്യൂസ് ആവും എനിക്ക് തോന്നുന്നു. എല്ലാരും വ്യത്യസ്തമായിട്ടില്ല. ശ്രീന്റെ അടുത്തിന്റെ എല്ലാ അടവുകളും നടന്നിട്ട് അഞ്ചിന്റെ അടുത്ത് നടക്കുന്നില്ല. ഇനിയുണ്ട് ഗൈസ്. എന്തോ ഒരു ഈച്ച ഭാഗ്യം. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തീരൂല, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അങ്ങനെ ഈ തേർഡ് റൗണ്ടിൽ ആരെ സെലക്ട് ചെയ്യാൻ തോന്നുന്നു? തേർഡ് റൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഷാമിനെ. ഏതായാലും കിടക്കാം. അല്ല, തക്കാളി ആകുമ്പോ അത് ഒരു മൈൽഡ് ഫ്ലേവർ ആയാലും അച്ചാറിന്റെ ടേസ്റ്റ് ഉണ്ടാവും. കുറെ ഒന്നും ഇടാൻ പാടില്ല, കുറച്ചെന്തായാലും വേണ്ടേ? അയ്യോ, ഇത്തിരി കൂടെ ബാക്കിയുള്ളൂ. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുമാണ്. അജി, ഞങ്ങളിൽ ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? ഈ റൗണ്ട് വളരെ സൂക്ഷിച്ചോ? വളരെ സൂക്ഷിച്ചു. സത്യം പറയട്ടെ, ഞാനിതൊന്നും ആലോചിച്ചിട്ടൊന്നല്ല, വെറുതെ ഒരു ഗസ്സിൽ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഈ റൗണ്ടിൽ ഞാൻ അന്ധമായി വിശ്വസിക്കുന്നത് ശ്രീനെ. അയ്യേ, പുളി ഒന്നെങ്കിലും വിഷയമുള്ള കാര്യം. അതൊരു വിഷയം. ഇത് മിക്സഡ് ജ്യൂസിൽ അതൊരു പഴത്തിരി വായന അടിപൊളി ഫ്ലേവർ. ശരിയാണ്, പക്ഷെ എനിക്ക് ശ്രീനെ എന്നെ വിശ്വസിച്ചതിന്റെ തെറ്റ്. എനിക്ക് കുറെ തെറ്റ്. നേരത്തെ നാരങ്ങ പിഴിഞ്ഞപ്പോ കുറച്ച് കുരു പോയിട്ടുണ്ട്, അതുകൊണ്ട് കുരുയോട് കൂടിയിട്ട് ആ പുളി ഇടണം. ആണോ? അപ്പൊ അഞ്ചിന്റെ ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. കുറച്ചുകൂടെ മതിയല്ലോ? മതി. അഞ്ചിക്ക് പുളി ഇഷ്ടമാണ്. ശരി, അപ്പൊ അത് ഇതിന്റെ കൂടെ തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഓക്കെ, അങ്ങനെ പുളിയായി, മാഡ് ആംഗിൾസ് ആയി, വാട്ടർമെലൺ ആയി, ജാം ആയി. ഇതാണ് വിയേർഡ് കോംബോ, മനസ്സിലായില്ലേ? ഗയ്സ്, ഈ റൗണ്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുമാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഗയ്സ്, നമ്മൾ അഞ്ചാമത്തെ റൗണ്ടിലേക്ക് കടക്കാണ്. അഞ്ച് ഏതാണ് അഞ്ചാമത്തെ റൗണ്ടിൽ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ഈ റൗണ്ടിൽ സെലക്ട് ചെയ്യുന്നത് ശ്രീനെ. സമാധാനായി. എന്തൊരു വൃത്തിയിൽ ഞാനൊരു സ്മെൽ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതായിരുന്നു. അഞ്ചിക്ക് ഇതിലേക്ക് നല്ല മിൽക്ക് ഷേക്ക് വെച്ചെടുക്കും. അത് ആ മാഡാങ്കിൾസും മറ്റേ ഇതില്ലേ പുളിയും കൂടെ ആലോചിക്കുമ്പോ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ. എന്നാ കറിവേപ്പില മതിയോ? കുറച്ചിടട്ടെ. അതും വേണ്ട. നിങ്ങളെ രണ്ടാളിങ്ങനെ വിശ്വസിക്കാതെ ഒന്നില്ലെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ രണ്ടും വേണ്ടാന്ന് അറിയേ. പക്ഷെ ഞാൻ പറയുമ്പോ ഇതിലേക്ക് കറിവേപ്പിലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ശരി, ഇപ്പൊ വന്ന പുളിയിലേക്ക് കറിവേപ്പിലായിരുന്നു ബെസ്റ്റ്. അതിന്റെ കൂട്ടത്തില് വാട്ടർമെലനിലേക്കോ നല്ല രസം ഉണ്ടാവും. അടുത്ത റൗണ്ട് എടുത്ത് തന്നെ. ഗയ്സ്, ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഇതും. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാണ്. നമ്മൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഗയ്സ് നിൽക്കുന്നത്. ഇതോടുകൂടി അഞ്ചിന്റെ മിക്സഡ് ജ്യൂസ് ഇവിടെ റെഡി ആവാണ്. അതെ, ഇതോടുകൂടി തീരുമാനമോ? അങ്ങനത്തെ ഒരു റൗണ്ടാണത്. എന്നോട് ചോദിക്കേ, ആരെ വേണം? ഞാൻ എന്നെ വേണോ ശ്രീനെ വേണോ? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇതുവരെ ഇങ്ങനെ ശ്രീനെയാണെന്ന് തോന്നുന്നു അധികം എടുത്തത്. അപ്പൊ ഇപ്രാവശ്യം ഷാമീനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഷാമീന്റെ അടുത്ത് ചിലപ്പോ നല്ലത് കൊണ്ടുവച്ചിട്ട് ശ്രീന്റെ അടുത്ത് മോശം കൊണ്ടുവയ്ക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി വിചാരിച്ചിട്ട് ഇവരെ അത് തിരിച്ചു വെക്കുമെന്നുള്ളൊരു സംശയം. പക്ഷെ ഞാൻ ഈ റൗണ്ടിൽ ശ്രീനെ സെലക്ട് ചെയ്തു. ഷാമിനെ സെലക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ട്രിക്ക് ചെയ്ത് വെക്കുന്നോണ്ട് ഞാൻ മോസ്റ്റ്ലി ഒരാളിനെ ഫോക്കസ് ചെയ്ത് പോയി. ഇതിന്റെ കയ്യിൽ നിന്ന് ഭാഗ്യം പിടിച്ചായിരുന്നു. ഞാൻ ഇവിടെ ചെറുതായിട്ട് അതെ, സ്വിച്ച് ചെയ്തു. ഞാൻ മര്യാദക്കിന്റെ കയ്യിൽ പിടിച്ചായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബുദ്ധി
ബുദ്ധിയുണ്ട്, അത് നല്ല ബുദ്ധി. പക്ഷെ ശരിക്കും അഞ്ചിക്ക് ഇതിന് കിട്ടേണ്ട അർഹപ്പെട്ടത് അതല്ല, അത് അർഹതപ്പെട്ടതല്ല, അതല്ല കിട്ടേണ്ടത്. അപ്പൊ ബനാന ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം. അതിലിപ്പോ മിൽക്ക് ഉണ്ട്, പുളി ഉണ്ട്, അത് വേണ്ടായിരുന്നു. ഷേക്ക് ഉണ്ട്, പുളി ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, മാഡാങ്കോസ് ഉണ്ട്, ജാം ഉണ്ട്, ബനാന ഉണ്ട്, ജാം ഉണ്ട് ഗൈസ്. 2 മോശവും ബാക്കി 4 നല്ലതാണ്. ഞാൻ ഇനി കളർ പ്രൊഡിക്ട് ചെയ്യാം. ഒരു പിങ്ക് അല്ല, ഒരു റെഡ് ചേർന്ന ചാര കളർ ആയിരിക്കും വരാൻ ചാൻസ്. പുളി ഉണ്ടല്ലോ. പക്ഷെ ഇത് നല്ല മധുരം ഉണ്ടാവും. എല്ലാം കൂടെ ഒരുവിധം മധുരമുള്ള സാധനങ്ങൾ ഇത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലേ ചോപ്പ് ചേർന്ന ചാര കളർ. അഞ്ചിന്റെ ജ്യൂസ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. നല്ല ഭംഗിയുള്ള ജ്യൂസ് ഇതാണ്. കുടിച്ചു നോക്കിയാ അറിയാലോ. പിങ്ക് കളർ നല്ലതാണോ? നോക്കട്ടെ വേഗം. ആ ഫുള്ളിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ചെലപ്പോ ആ ഇതൊക്കെ ബാലൻസ് ചെയ്ത് ഞാൻ കുടിക്കേണ്ടത്. ടേസ്റ്റ് ഒക്കെ തരാം. പീച്ച് കളർ. പീച്ച് കളർ കുരൊക്കെ നല്ല അരിഞ്ഞിട്ടുണ്ട്. നല്ല ജ്യൂസാന്ന് തോന്നുന്നു ഇത് ഗൈസ്. നല്ല ബനാന മിൽക്ക് ഷേക്കിന്റെ സ്മെല്ല്. ലാസ്റ്റ് റോബസ്റ്റ് കൊണ്ടിട്ടില്ലേ, അതിന്റെ നല്ല സ്മെല്ല്. അതിന് നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇട്ട 2 ഇൻഗ്രീഡിയൻസ് മറന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ഇതിനോട് ബ്ലെൻഡ് ആയി ഞാൻ കുടിച്ചു നോക്കിട്ട് പറഞ്ഞു. അതിന്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല ഇതില്. ഇതെന്താ അറിയോ, ഈ എന്താ പറയാ, മധുരം പുളി. ഞാൻ പറയട്ടെ, അതായത് ഈ പൈനാപ്പിൾ ഉപ്പിലിട്ട് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നൂലേ. അതായത് മധുരമുള്ള സാധനമാണ്, പക്ഷെ ഉപ്പിലിട്ട് കഴിക്കുമ്പോ ഒരു രസം തോന്നും. ഇത് അതുപോലെ കുറച്ച് പുളിയൊക്കെ ഉള്ള ആ ഒരു കുടിക്കുന്ന അത് ഞാൻ റെക്കമെൻഡും ചെയ്യില്ല, പുളിയൊക്കെ കൂട്ടിയിട്ട് അടിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കുടിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത് കുടിക്കാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടേസ്റ്റ് അല്ല അതിനെ പ്രതീക്ഷിച്ചത്. നല്ല വേറെ ടേസ്റ്റ് ഉള്ള ഒരു സാധനം കിട്ടണമെന്നായിരുന്നു ഞങ്ങൾ മനസ്സോട് ആഗ്രഹിച്ചത്. അങ്ങനെ അഞ്ചിക്ക് പണി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് 5ക്ക് പണി കിട്ടില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാക്കും നല്ല രീതിയിൽ കേരളത്തിൽ പണി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മിക്സഡ് ജ്യൂസ് ആണ് ഗൈസ്. ആരും ട്രൈ ചെയ്ത് നാളത്തേക്ക് ഉണ്ടാവും പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സജഷൻസ് ഉണ്ട്, നേരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is Shamya, this is Sanjita signing off.